PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി 24 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ പുതിയ SCERT ചാപ്റ്ററുകളെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ പോയിന്റുകളിലേക്ക് കടക്കാം. തീസ്ത നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്ന ഹിമാലയൻ ഭാഗമേത്? കിഴക്കൻ ഹിമാലയം. തീസ്ത നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്ന ഹിമാലയൻ ഭാഗമേത്? കിഴക്കൻ ഹിമാലയം. കിഴക്കൻ ഹിമാലയം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? അസം ഹിമാലയം. കിഴക്കൻ ഹിമാലയം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? അസം ഹിമാലയം. കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന കൊടുമുടി ഏത്? നംച ബർവ. കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന കൊടുമുടി ഏത്? നംച ബർവ. കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന നദികളേവ? ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻ സിരി. കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന നദികളേവ? ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻ സിരി. കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങളേവ? ബോംഡില, ദിഫു. കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങളേവ? ബോംഡില, ദിഫു. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ബോംഡില ചുരം. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ബോംഡില ചുരം. അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ദിഫു ചുരം. അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ദിഫു ചുരം. പടിഞ്ഞാറൻ ഹിമാലയത്തേക്കാൾ ഉയരം കുറഞ്ഞ മലനിരകളേവ? കിഴക്കൻ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയത്തേക്കാൾ ഉയരം കുറഞ്ഞ മലനിരകളേവ? കിഴക്കൻ ഹിമാലയം. ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായി കാണപ്പെടുന്നത് ഏതു പേരിൽ അറിയപ്പെടുന്നു? പൂർവാചൽ കുന്നുകൾ. ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായി കാണപ്പെടുന്നത് ഏതു പേരിൽ അറിയപ്പെടുന്നു? പൂർവാചൽ കുന്നുകൾ. പൂർവാചൽ കുന്നുകൾക്ക് സമുദ്രനിരപ്പിൽ നിന്നുള്ള ശരാശരി ഉയരം എത്ര? 500 മുതൽ 3000 മീറ്റർ വരെ. പൂർവാചൽ കുന്നുകൾക്ക് സമുദ്രനിരപ്പിൽ നിന്നുള്ള ശരാശരി ഉയരം എത്ര? 500 മുതൽ 3000 മീറ്റർ വരെ. പൂർവാചൽ കുന്നുകളുടെ പ്രധാനപ്പെട്ടവ ഏതെല്ലാം? പട്കായ്ബൂം, നാഗ കുന്നുകൾ, മീസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ. പൂർവാചൽ കുന്നുകളുടെ പ്രധാനപ്പെട്ടവ ഏതെല്ലാം? പട്കായ്ബൂം, നാഗ കുന്നുകൾ, മീസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻഡം എന്നീ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? പൂർവാചൽ കുന്നുകളിലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻഡം എന്നീ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? പൂർവാചൽ കുന്നുകൾ. ഈ ചെറിയൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചലിക്കുന്ന ദേശീയോദ്യാനം. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ലോക്തക്. വടക്ക് കിഴക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ലോക്തക്. ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മണിപ്പൂരാണ്. ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മണിപ്പൂർ. ലോക്തക് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏത്? കെയ്ബുൾ ലംജാവോ. ലോക്തക് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏത്? കെയ്ബുൾ ലംജാവോ. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളേവ? പുംടി. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളേവ? പുംടി. ഇനി നെക്സ്റ്റ് പോയിന്റ്. നദികൾ മുറിച്ചു കടക്കാനായി മരങ്ങളുടെ വേരുകൾ കൊണ്ട് പാലം നിർമ്മിക്കുന്ന പരിസ്ഥിതി സൗഹൃദമായ പ്രദേശം ഏത്? മേഘാലയ കേട്ടോ. നദികൾ മുറിച്ചു കടക്കാനായിട്ട് മരങ്ങളുടെ വേരുകൾ കൊണ്ട് പാലം നിർമ്മിക്കുന്ന പരിസ്ഥിതി സൗഹൃദമായ പ്രദേശം ഏത്? മേഘാലയ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കുമിടയിൽ ഒരു കാലാവസ്ഥാ വിഭാജകം തീർക്കുന്നതെന്ത്? ഹിമാലയ പർവ്വതവും തുടർ പർവ്വതവും. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കുമിടയിൽ ഒരു കാലാവസ്ഥാ വിഭാജകം തീർക്കുന്നതെന്ത്? ഹിമാലയ പർവ്വതവും തുടർ പർവ്വതവും. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അതത് പ്രദേശത്തിൻ്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച്. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അതത് പ്രദേശത്തിൻ്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച്. താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെരിവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലുമുള്ള കാലാവസ്ഥ എന്ത്? മിതോഷ്ണ കാലാവസ്ഥ. താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെരിവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലുമുള്ള കാലാവസ്ഥ എന്ത്? മിതോഷ്ണ കാലാവസ്ഥ. ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിലെ കാലാവസ്ഥ എന്ത്? ശൈത്യ കാലാവസ്ഥ കേട്ടോ. ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിലെ കാലാവസ്ഥ ശൈത്യ കാലാവസ്ഥ. ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളേവ? ലഡാക്ക് മേഖലയിലും ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും. ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളേവ? ലഡാക്ക് മേഖലയിലും ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും.
സിവാലിക് മലനിരകളുടെ തെക്കൻ ചെരിവുകളിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലും ലഭിക്കുന്ന മഴയേത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ. അപ്പോൾ സിവാലിക് മലനിരകളുടെ തെക്കൻ ചെരിവുകളിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലും ലഭിക്കുന്ന മഴയേത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ ആസം ഹിമാലയത്തിനും പൂർവാചൽ കുന്നുകൾക്കുമിടയിൽ എത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നതിനാൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്ന പ്രദേശമേത്? മേഘാലയ പീഠഭൂമി. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ ആസം ഹിമാലയത്തിനും പൂർവാചൽ കുന്നുകൾക്കുമിടയിൽ എത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നതിനാൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്ന പ്രദേശമേത്? മേഘാലയ പീഠഭൂമി. ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം സൃഷ്ടിക്കുന്ന നദികളേവ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളും അവയുടെ പോഷക നദികളും. ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം സൃഷ്ടിക്കുന്ന നദികളേവ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളും അവയുടെ പോഷക നദികളും. ഹിമാലയൻ നദികളിൽ വർഷം മുഴുവനും നീരൊഴുക്കുണ്ടാവാൻ കാരണമെന്ത്? മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ. ഹിമാലയൻ നദികളിൽ വർഷം മുഴുവൻ നീരൊഴുക്കുണ്ടാവാൻ കാരണമെന്ത്? മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ. നദിയുടെ ഒഴുക്കിനിടയിൽ ഉയരത്തിൽ നിന്ന് നദീജലം കുത്തനെ താഴോട്ട് പതിക്കുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? വെള്ളച്ചാട്ടം കേട്ടോ. അപ്പം എന്താ പറയുന്നത്, നദിയുടെ ഒഴുക്കിനിടയിൽ ഉയരത്തിൽ നിന്ന് നദീജലം കുത്തനെ താഴേക്ക് പതിക്കുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? വെള്ളച്ചാട്ടം കേട്ടോ. നദിയുടെ സഞ്ചാരപാതയിൽ ഉറപ്പ് കുറഞ്ഞ ശിലകൾ കൂടുതലായി അപരദനത്തിന് വിധേയമാകുന്നതിലൂടെ രൂപപ്പെടുന്നതെന്ത്? വെള്ളച്ചാട്ടം. നദിയുടെ സഞ്ചാരപാതയിൽ ഉറപ്പ് കുറഞ്ഞ ശിലകൾ കൂടുതലായി അപരദന വിധേയമാകുന്നതിലൂടെ രൂപപ്പെടുന്നതെന്ത്? വെള്ളച്ചാട്ടം. നദി ഒഴുകുമ്പോൾ വശങ്ങളിലെ അപരദനം മൂലം വീതി വർദ്ധിക്കുകയും നദീതടത്തിലെ അടിത്തട്ടിലെ അപരദനം മൂലം ആഴം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങളാൽ ചരിഞ്ഞ വശങ്ങളോടുകൂടി രൂപപ്പെടുന്ന നദീ താഴ്വരകളേവ? വിരൂപ താഴ്വരകൾ. നദി ഒഴുകുമ്പോൾ വശങ്ങളിലെ അപരദനം മൂലം വീതി വർദ്ധിക്കുകയും നദീതടത്തിലെ അടിത്തട്ടിലെ അപരദനം മൂലം ആഴം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങളാൽ ചരിഞ്ഞ വശങ്ങളോടുകൂടി രൂപപ്പെടുന്ന നദീ താഴ്വരകളേവ? വിരൂപ താഴ്വര. അതിശക്തമായ നീരൊഴുക്കുള്ളതിനാൽ ഹിമാലയൻ നദികൾ പർവ്വത ഭാഗങ്ങളിൽ സൃഷ്ടിക്കുന്ന ഭൂരൂപങ്ങളേവ? വിരൂപ താഴ്വരകൾ, ഗിരികന്ധരങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ. അതിശക്തമായ നീരൊഴുക്കുള്ളതിനാൽ ഹിമാലയൻ നദികൾ പർവ്വത ഭാഗങ്ങളിൽ സൃഷ്ടിക്കുന്ന ഭൂരൂപങ്ങളേവ? വിരൂപ താഴ്വരകൾ, ഗിരികന്ധരങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ. ഹിമാലയൻ നദികളുടെ സമതല പ്രദേശങ്ങളിലെ പ്രത്യേകതകളേവ? വെള്ളപ്പൊക്കവും ഗതിമാറി ഒഴുകലും. ഹിമാലയൻ നദികളുടെ സമതല പ്രദേശങ്ങളിലെ പ്രത്യേകതകളേവ? വെള്ളപ്പൊക്കവും ഗതിമാറി ഒഴുകലും. മാനസ സരോവര തടാകത്തിനടുത്തുള്ള ബൊഖർച്ചു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? സിന്ധു. മാനസ സരോവര തടാകത്തിനടുത്തുള്ള ബൊഖർച്ചു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? സിന്ധു. വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം ഏത്? സിന്ധുവും അതിൻ്റെ പോഷക നദികളും. വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം ഏത്? സിന്ധുവും അതിൻ്റെ പോഷക നദികളും. ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? ഗംഗാനദി. ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? ഗംഗാനദി. ഗംഗാനദിയുടെ പ്രധാന പോഷക നദികളേവ? യമുന, ഘാഘര, ഘട്ടക്, ഗോസി. ഗംഗാനദിയുടെ പ്രധാന പോഷക നദികളേവ? യമുന, ഘാഘര, ഘട്ടക്, ഗോസി. ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയങ്ങളിലെ പ്രധാന നദികളേവ? ഗംഗയും പോഷക നദികളും. ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയങ്ങളിലെ പ്രധാന നദികളേവ? ഗംഗയും പോഷക നദികളും. മാനസ സരോവര തടാകത്തിനടുത്ത് ചെമയുങ്തുക് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? ബ്രഹ്മപുത്ര. മാനസ സരോവര തടാകത്തിനടുത്ത് ചെമയുങ്തുക് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര കേട്ടോ. ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികളേവ? ദിബാഗ്, ലോഹിത്, മാനസ്. ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികളേവ? ദിബാങ്, ലോഹിത്, മാനസ്. കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന നദീവ്യൂഹം ഏത്? ബ്രഹ്മപുത്രയും പോഷക നദിയും. കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന നദീവ്യൂഹം ഏത്? ബ്രഹ്മപുത്രയും പോഷക നദികളും. ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായി കാണപ്പെടുന്ന മണ്ണിനങ്ങളേവ? പർവ്വത മണ്ണും വനമണ്ണും. ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായി കാണപ്പെടുന്ന മണ്ണിനങ്ങളേവ? പർവ്വത മണ്ണും വനമണ്ണും. നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കൂടുതലുള്ളതുമായ മണ്ണ് കാണപ്പെടുന്നത് എവിടെ? താഴ്വാരങ്ങളിൽ കേട്ടോ. നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കൂടുതലുള്ളതുമായ മണ്ണ് കാണപ്പെടുന്നത് എവിടെ? താഴ്വാരങ്ങളിൽ. വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണ് കാണപ്പെടുന്നത് എവിടെ? ഉയർന്ന ചെരുവുകളിൽ. വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണ് കാണപ്പെടുന്നത് എവിടെ? ഉയർന്ന ചെരുവുകളിൽ. എക്കൽ മണ്ണിൻ്റെ നിക്ഷേപങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നത് എവിടെയാണ്? താഴ്വാരങ്ങളിൽ കേട്ടോ. എക്കൽ മണ്ണിൻ്റെ നിക്ഷേപങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നത് എവിടെ? താഴ്വരകളിൽ. കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളേവ? ഉത്തരം കരേവാസ്.
കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളേവ. ആൻസർ എന്താ പറഞ്ഞത്? കരേവാസ്. നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണ് കരേവാസ് കേട്ടോ. അപ്പോൾ നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണ് കരേവാസ്. എന്തിൻ്റെ കൃഷിക്കാണ് കരേവാസ് അനുയോജ്യം? കുങ്കുമപ്പൂ കൃഷിക്ക് കേട്ടോ. അപ്പോൾ എന്തിൻ്റെ കൃഷിക്കാണ് കരേവാസ് അനുയോജ്യമായിട്ടുള്ളത്? കുങ്കുമപ്പൂ കൃഷിക്ക്. കിഴക്കൻ ഹിമാലയത്തിലും വടക്കു കിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷിക മഴ 200 സെൻറ്റിമീറ്ററിന് മുകളിൽ ലഭിക്കുന്നതിനാൽ കൂടുതലായി കാണപ്പെടുന്ന വനങ്ങളേവ. ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ. കിഴക്കൻ ഹിമാലയത്തിലും വടക്ക് കിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷിക മഴ 200 സെൻറ്റിമീറ്ററിന് മുകളിൽ ലഭിക്കുന്നതിനാൽ കൂടുതലായി കാണപ്പെടുന്ന വനങ്ങളേവ. ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ. ഉയരം കൂടുന്നതിനനുസരിച്ച് ഹിമാലയൻ പ്രദേശങ്ങളിലുള്ള ശൈത്യമേഖലാ സസ്യജാലങ്ങളേവ. തുദ്ര. ഉയരം കൂടുന്നതിനനുസരിച്ച് ഹിമാലയൻ പ്രദേശങ്ങളിലുള്ള ശൈത്യമേഖലാ സസ്യജാലങ്ങളേവ. തുദ്ര. ഹിമാലയൻ താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും കാണപ്പെടുന്ന വനങ്ങളേവ. അർദ്ധനിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും. ഹിമാലയൻ താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും കാണപ്പെടുന്ന വനങ്ങളേവ. അർദ്ധനിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും. 1000 മുതൽ 2000 വരെ മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വനങ്ങളേവ. ആർദ്രമിതോഷ്ണ വനങ്ങൾ. 1000 മുതൽ 2000 വരെ മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വനങ്ങളേവ. ആർദ്രമിതോഷ്ണ വനങ്ങൾ. ഹിമാലയൻ പർവ്വത ചെരുവുകളിൽ കൂടുതലായി വളരുന്ന സ്തൂപികാഗ്ര വൃക്ഷങ്ങളേവ. പൈനും ദേവദാരു കേട്ടോ. ഹിമാലയൻ പർവ്വത ചെരുവുകളിൽ കൂടുതലായി വളരുന്ന സ്തൂപികാഗ്ര വൃക്ഷങ്ങളേവ. പൈനും ദേവദാരു. ഹിമാലയത്തിൽ പ്രദേശത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ചുള്ള ഉയരം കുറഞ്ഞ സസ്യങ്ങളേവ. ജൂനിപ്പർ, റോഡോഡെൻഡ്രോൺ. ഹിമാലയത്തിൽ പ്രദേശത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ചുള്ള ഉയരം കുറഞ്ഞ സസ്യങ്ങളേവ. ജൂനിപ്പർ, റോഡോഡെൻഡ്രോൺ. ഹിമാലയത്തിൻ്റെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിലെ പുൽമേടുകളേവ. ആൽപൈൻ പുൽമേടുകൾ. ഹിമാലയത്തിൻ്റെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിലെ പുൽമേടുകളേവ. ആൽപൈൻ പുൽമേടുകൾ. യാക്ക്, കസ്തൂരിമാൻ, ഒറ്റക്കൊമ്പൻ, കണ്ടാമൃഗം, ഹിമപ്പുലി തുടങ്ങിയ ജീവിവർഗങ്ങളുടെ തനത് ആവാസ കേന്ദ്രമേത്? ഹിമാലയ പർവ്വത പ്രദേശം. യാക്ക്, കസ്തൂരിമാൻ, ഒറ്റക്കൊമ്പൻ, കണ്ടാമൃഗം, ഹിമപ്പുലി തുടങ്ങിയ ജീവിവർഗങ്ങളുടെ തനത് ആവാസ കേന്ദ്രമേത്? ഹിമാലയ പർവ്വത പ്രദേശം. പടിഞ്ഞാറൻ ഹിമാലയം മേഖലയിലെ പ്രധാന ദേശീയോദ്യാനങ്ങളേവ. ഡച്ചിക, ഹെമിസ് പൂക്കളുടെ താഴ്വര, കോർബറ്റ്, രാജാജി ദേശീയോദ്യാനം. പടിഞ്ഞാറൻ ഹിമാലയം മേഖലയിലെ പ്രധാന ദേശീയോദ്യാനങ്ങളേവ. ഡച്ചിക, ഹെമിസ് പൂക്കളുടെ താഴ്വര, കോർബറ്റ്, രാജാജി ദേശീയോദ്യാനം. കിഴക്കൻ ഹിമാലയം മേഖലയിലെ പ്രധാന ദേശീയോദ്യാനങ്ങളേവ. കാഞ്ചൻജംഗ, ദിബ്രു, സൈഖോവ, കാസിരംഗ, മാനസ്, കെയ്ബുൾ ലംജാവോ. കിഴക്കൻ ഹിമാലയം മേഖലയിലെ പ്രധാന ദേശീയോദ്യാനങ്ങളേവ. കാഞ്ചൻജംഗ, ദിബ്രു, സൈഖോവ, കാസിരംഗ, മാനസ്, കെയ്ബുൾ ലംജാവോ. ഡച്ചിങ്കാം ദേശീയോദ്യാനം ഏത് പ്രദേശത്താണ്? ജമ്മു കാശ്മീർ കേട്ടോ. ഡച്ചിങ്കാം ദേശീയോദ്യാനം ഏത് പ്രദേശത്താണ്? ജമ്മു കാശ്മീർ. ഹെമിസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ലഡാക്ക്. ഹെമിസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ലഡാക്ക്. പൂക്കളുടെ താഴ്വര, കോർബറ്റ്, രാജാജി ദേശീയോദ്യാനങ്ങൾ ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. പൂക്കളുടെ താഴ്വര, കോർബറ്റ്, രാജാജി ദേശീയോദ്യാനങ്ങൾ ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. കാഞ്ചൻജംഗ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? സിക്കിം. കാഞ്ചൻജംഗ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? സിക്കിം. ദിബ്രു, സൈഖോവ, കാസിരംഗ, മാനസ് ദേശീയോദ്യാനങ്ങൾ ഏത് സംസ്ഥാനത്താണ്? ആസം. ദിബ്രു, സൈഖോവ, കാസിരംഗ, മാനസ് ദേശീയോദ്യാനങ്ങൾ ഏത് സംസ്ഥാനത്താണ്? ആസം. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു.